കൃപാസനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ എന്തിൻ്റെ അടയാളമാണ്? ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ്. ആ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളം ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയായ ഉടമ്പടി എന്ന് അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് ദൈവം അത് ടേക്കപ്പ് ചെയ്യണത്. അവൻ പറയണ പോലെ ചെയ്യാത്ത ആൾക്കാർ ഇതിനാ അൾത്താറേ വരണത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ആൾത്താറെ നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ. ഞാൻ എൻ്റെ അകത്ത് ഒരാളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, ക്യാൻസർ രോഗികളാണ്. ക്യാൻസർ 4th സ്റ്റേജ് ആണെങ്കിൽ ഭാര്യയുടെ ഉടമ്പടിയിൽ അൾത്താറെ വരാം, അല്ലാത്ത ആർക്കും ആരുടെ ഉടമ്പടി അൾത്താറെ വരാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനകേന്ദ്രമായതുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയണത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തിൽ വളരുന്ന വ്യക്തികളാണ്. സുവിശേഷം കൊടുക്കാൻ വേണ്ടും ആധ്യാത്മിക അധികാരം പ്രാപിച്ചുകൊണ്ട് വളരാനുള്ളതാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. അപ്പോൾ വളർച്ചയില്ലാത്ത ആൾക്കാരെ ഞാൻ കയറി കണ്ട കാര്യമുണ്ടാകും, അവർ വേറെ ധ്യാനകേന്ദ്രത്തിൽ പോകണം. ഇവിടെ ഇതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. പ്രത്യക്ഷീകരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി, അടയാളം കിട്ടാൻ വേണ്ടി ദൈവം ഈ ലോകത്തിൽ തന്നതാണ് ഉടമ്പടി. ആ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള 8850 വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം, വാഗ്ദാനം തന്നെ ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നത് ഉടമ്പടി ജീവിച്ചുകൊണ്ടാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ദേവിതാവേ നന്ദി. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഉടമ്പടി പ്രയോഗത്തിൽ വരുമ്പോൾ, ആ പ്രയോഗത്തിൽ വരുന്നതിൻ്റെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. അതാണ് ആ പ്രാർത്ഥനയ്ക്ക് 25 പോയിൻ്റാണ് ഉള്ളത്. ബാക്കി ദൈവാനുഗ്രഹത്തിൻ്റെ അകത്ത് 25 പോയിൻ്റാണ് പ്രാർത്ഥനയ്ക്ക് കിട്ടണത്. അത് നിങ്ങളെ പ്രാർത്ഥന നീട്ടിപ്പാടിയാലും കുറുക്കി പാടിയാലും ആവർത്തിച്ച് പാടിയാലും പോയിൻ്റ് 25ആണ്. എന്താ കാര്യം? പ്രാർത്ഥനയ്ക്കുള്ള ഒരു പരാധീനത, അതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം മക്കളെ. നിങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് 1000 വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചെല്ലിയ ദൈവത്തിന് എന്താണ് അതിനകത്ത് റിട്ടേൺസ്? ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം? അതാണ് വിഷയം. നിങ്ങളെ നാക്കെട്ട് അടിച്ച് നീട്ടിപ്പാടിയെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു 3 മണിക്കൂർ ഭജന എടുത്തോ, അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? അപ്പോൾ ദൈവത്തിന് പ്രയോജനം ഇല്ലാത്ത കാരണം തന്നെ പ്രാർത്ഥനയുടെ പോയിൻ്റ് 25 പോയിൻ്റായിട്ടാണ് ഇനി വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ പ്രാർത്ഥന 45 പോയിൻ്റുള്ള ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. അതെന്താണത്? പ്രഖ്യാപനമാണ്. 45 പോയിൻ്റ്, 25 പോയിൻ്റാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. 45 പോയിൻ്റുള്ള ഒരു കാര്യം ഈ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടിയിലുണ്ട്. അതെന്താണ്? പ്രഖ്യാപനമാണ്. പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഖ്യാപനം എന്ന് പറയുന്നത് രക്ഷ പ്രാപിക്കുന്നതിന്, രക്ഷയെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള സിംഗിൾ വിൻഡോ ഓപ്പറേഷനാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്.
അത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോൾ യേശു കർത്താവാണെന്ന് പറയണ അധരം കൊണ്ട് വരുമ്പോൾ ഞാനിങ്ങനെ യേശു കർത്താവാണ് യേശു കർത്താവാണ് യേശു കർത്താവ് എന്ന് പറഞ്ഞിരിക്കുകയല്ല. അത് ആരോടാ പറയേണ്ടത്? കർത്താവിനെ അറിയാത്തവരോട് പറയണം. അതാണ് പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നം. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 10:9. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കാനുള്ള 2 വഴികളാണുള്ളത്. എന്തൊക്കെയാണത്? രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു ആ വിഷയം. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ. അതറിയണമെങ്കിൽ ലൂക്കാ 2:30 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം രക്ഷ എന്ന് പറയുന്നത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞെന്ന് ആരാണ്? ശെമയോൻ ദീർഘദർശി ഉണ്ണിമിശിഹായെ കയ്യിലെടുത്ത് പറയണ വാക്കാണ്. അപ്പം രക്ഷ ആരാണ്? ഈശോയാണ്. ഈ ഈശോയെ എന്താ മനുഷ്യൻ ചെയ്യണത്? രക്ഷ പ്രാപിക്കാൻ, അല്ലേ? രക്ഷ പ്രാപിക്കാൻ. രക്ഷ പലതരത്തിൽ പ്രാപിക്കാം. ഈ ക്രിസ്തുവിനെ പലതരത്തിൽ പ്രാപിക്കാം. അത് ബോഡിയിൽ പ്രാപിച്ച ക്രിസ്തു ശക്തി ആയതുകൊണ്ട് സൗഖ്യമായിട്ട് നമുക്ക് മാറും. അത് ഇതുപോലെ ജീവിത മണ്ഡലങ്ങളിൽ പ്രാപിക്കാം. ക്രിസ്തു ശക്തി ആയതുകൊണ്ട് അത് അനുഗ്രഹമായിട്ട് മാറും. ജോലി, വീട്, വിവാഹം, അങ്ങനെ പോവുക സംഭവം. ഇനി ക്രിസ്തുവിനെ മറ്റു വ്യക്തികളിലേക്ക് പ്രാപിക്കാം. അതെങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ഏറ്റുപറയുന്ന വിഷയങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആരോടാണ് ഏറ്റുപറയണത്? മനുഷ്യന്മാരോട് പറയണം യേശു കർത്താവാണെന്ന്. മനസ്സിലായില്ലേ? ഏറ്റുപറയുന്ന എല്ലാത്തിനും ഒരു സമൂഹം ഉണ്ടാവും. ഏറ്റുപറയുന്ന എല്ലാത്തിനും ഒരു സമൂഹം ഉണ്ടാവും. സമൂഹത്തിന് മുന്നിൽ നമ്മൾ പറയണത് യേശു കർത്താവാണെന്ന്. അതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണമെന്ന് പറഞ്ഞത്. 10:32 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറച്ചിൽ മനസ്സിലായില്ലേ? റോമ 10:9 രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഫോർമുല ഏറ്റുപറച്ചിലാണ്. എന്താണ് ഏറ്റുപറയേണ്ടത്? യേശു ഇപ്പം മത്തായി 10:12-32 പറയണത് എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണമെന്നാണ് പറയണത്. പക്ഷെ മനുഷ്യ മുമ്പിൽ എന്നെ ഏറ്റുപറയണ എന്താണ് ഏറ്റുപറയേണ്ടത്? യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. അതാ വിഷയം. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ അധികാരം വേണം. യേശു കർത്താവാണെന്ന് പറയണം. ഇപ്പം ക്യാൻസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനോർത്ത് ഈശോയ്ക്കും അമ്മതാനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീമ കുര്യാക്കോസ്. ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ 17 വർഷമായിട്ട് UK യിലാണ്. ഞാനവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഉടമ്പടി എടുത്തത് മെയ് 6-ാം തീയതിയാണ് 2025. അതിനു മുമ്പ് 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്.
അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് ജോലി കിട്ടി. പക്ഷെ അത് ടെമ്പററി ആയിരുന്നു. എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്ന് അതിന് സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ബ്രദർ പറഞ്ഞു, പെർമനൻ്റായിട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നിയോഗം വെച്ചത് എനിക്ക് പെർമനൻ്റായിട്ട് ഈ ജോലി വേണമെന്നായിരുന്നു. കാരണം ഈ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി മെൻ്റലി സ്ട്രെസ് വളരെ കുറവാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിന് വളരെ ആക്ച്വലി ആപ്റ്റായിരുന്നു. സോ എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ദ മാനേജ്മെൻറ്റ്, ദേ വർ സോ സപ്പോർട്ടീവ്. UK പോലൊരു കൺട്രിയിൽ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെങ്കിൽ കിട്ടുള്ളൂ. എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മാനേജർ ആക്ച്വലി ദൈവത്തിൻ്റെ ഒരു മാതാവ് എനിക്കായി കരുതി വെച്ച ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടിയിൽ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഞാൻ ഈ ജോലി ചെയ്യുന്നതാണ്, എനിക്ക് ഇപ്പോൾ ഇനി പോസ്റ്റ് വരും, എനിക്കിത് കിട്ടും, അങ്ങനെ ഒരു തോന്നലായിരുന്നു. അവിടെ ചെന്നു, തിരിച്ച് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവിടെ ചെന്നു. ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ജോബ് വേക്കൻസി വരും, അപ്ലൈ ചെയ്യണം, പെർമനൻ്റായിട്ട് കിട്ടും എന്നാണ് മനസ്സിൽ. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്പിറ്റൽ ട്രസ്റ്റിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം എല്ലാ പോസ്റ്റും ഹോൾഡ് ചെയ്യുകയാണ്. ഇനി ഒരു പോസ്റ്റും അവർ പുറത്ത് വിടുന്നില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി യു വോണ്ട് ഹാവ് ദിസ് ജോബ്, സോ ഐ ഹാവ് ടു ഗോ ബാക്ക് ടു മൈ ഓൾഡ് ജോബ്. അതെനിക്ക് ഭയങ്കര ടെൻഷനായി, സങ്കടമായി. പക്ഷേ എന്നിരുന്നാലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മാനേജർ പറഞ്ഞു, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഷീമ, ഡോണ്ട് വറി. പിന്നെ ആ മാനേജറോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മാതാവുണ്ട് എനിക്ക് കൂടെ. അപ്പോൾ ഇംഗ്ലീഷുകാരനാണ്, പക്ഷെ ഞാൻ പറയും ഇങ്ങനെ എനിക്ക് കൃപാസനം എന്നൊരു ഇതുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കോവൻറ്റിലാണ്. അപ്പോൾ എന്നെ രക്ഷപ്പെടുത്തും, എന്നെ മാതാവ് കൈവിടില്ല. കാരണം എനിക്ക് ഈ ജോബ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്കിത് മാതാവ് തരും, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഷീമ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് വീണ്ടും പറഞ്ഞു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പറഞ്ഞു, ഷീമ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ഐ എം സോറി, ദർ ഇസ് നോ ഹോപ്പ്. ഇവൻ മേറ്ററിനോട് ഞാൻ സംസാരിച്ചു. മേറ്ററിനും പറഞ്ഞു ക്രൈസിസിലാണ് നമ്മൾ, സോ ഇത് എൻ്റെ തീരുമാനമല്ല, ഷീമ ട്രസ്റ്റിൻ്റെയാണ്. സോ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്കില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരാൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പുതിയൊരു പോസ്റ്റ് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വേറൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു. ആ ജോബിന് അപ്ലൈ ചെയ്തു. ഒരു 95 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് 15 നമ്പേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എനിക്ക് ആ ജോബിന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ ജോബ് എനിക്ക് കിട്ടി. ആ ജോബ് കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു. വൈകിട്ടായിപ്പോൾ എൻ്റെ അടുത്ത് അവർ തിരിച്ച് വിളിച്ചു പറഞ്ഞു, ഷീമ എഗെയിൻ വെരി സോറി, ഈ ക്രൈസിസ് കാരണം കൊണ്ട് കുറേ വാർഡുകൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ആ വാർഡിലുള്ള സ്റ്റാഫിനെ റീഎംപ്ലോയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഈ പോസ്റ്റ് കൊടുക്കണം, സോ നിനക്ക് തരാൻ പറ്റില്ല. അങ്ങനെ തടസ്സങ്ങളാണ്. അപ്പം എനിക്ക് സമാധാനമില്ല, വിഷമമാണ്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞില്ല, മാതാവ് രക്ഷിക്കും. അപ്പം എന്നോട് എൻ്റെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു, നീ ഒരുപാട് പ്രാർത്ഥിക്കണ കാരണം കൊണ്ടാണ് നിനക്കിങ്ങനെ വരുന്നത്, നീ ഇത്രയൊന്നും പണ്ട് പ്രാർത്ഥിക്കില്ലായിരുന്നു, അപ്പോൾ നിനക്ക് തടസ്സങ്ങളുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ജോബിനെ ഈശു പരീക്ഷിച്ചില്ലേ, അത് ജോബ് തള്ളി പറഞ്ഞില്ല, അതുപോലെ എന്നെ ഒരിക്കലും തള്ളി പറയില്ല. എന്നെങ്കിലും ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസം കൈവിട്ടില്ല. അപ്പം അങ്ങനെ ആ ജോബും കിട്ടിയില്ല. അതും സ്പെഷ്യലിസ്റ്റ് നേഴ്സിന്, വേറൊരു സ്പെഷ്യലിസ്റ്റ് നേഴ്സിൻ്റെ ജോബായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ പഴയ ഓൾഡ് ജോബിലോട്ട് പോയി. 2 മാസം ചെയ്തോളൂ. ഒരു ദിവസം ഫ്രം നോവെയർ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മേറ്ററിന് എന്നെ വിളിച്ചു പറഞ്ഞു, ഷീമ വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ പോസ്റ്റ്, സോ ആർ യു ഇൻട്രസ്റ്റഡ്? നമ്മൾ ഓഫ് കോഴ്സ് ഞാൻ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തേ. സോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞങ്ങളാരും അല്ല, വേറൊരു മാനേജറാണ്. എന്നെ അറിയില്ല മാനേജറിന്. സോ യു ഹാവ് ടു പ്രിപ്പയർ വെൽ ബിക്കോസ് ദ ഇൻ്റർവ്യൂ ഹാസ് ടു ബി ഫെയർ ആൻഡ് സ്ക്വയർ. എല്ലാവർക്കും ഒരേപോലെ നമുക്ക് സൗകര്യങ്ങൾ കൊടുക്കണം. സോ നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കതിന് പേടിയില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കൂടെ അടുത്തുള്ള കാലം എനിക്ക് പേടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്
പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. സോ ഞാൻ ഭയങ്കര ഗ്രീവിങ്സിലായിരുന്നു. ആ സമയത്താണ് അവൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. കാരണം എങ്ങനെ പ്രിപ്പയർ ചെയ്യും ഇൻ്റർവ്യൂ? കാരണം ഹി വാസ് സോ ക്ലോസ് ടു മീ. എൻ്റെ കൂടെ 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. അപ്പോൾ 8:30 എനിക്ക് ഇൻ്റർവ്യൂ, 9 മണിക്ക് എനിക്ക് ഫ്യൂണറൽ സർവീസ്. സോ 8:30 ഞാൻ ഇൻ്റർവ്യൂവിന് കയറാൻ പോയി. ഞാൻ ഉപ്പ് കൊണ്ടുപോയി മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പോയി. കൊന്ത എപ്പോഴും എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കൊന്തയുണ്ട്, അതില്ലാതെ ഒരിക്കലും ഞാൻ ഒരിടത്തും പോവില്ല. അവിടെ ചെന്നു കയറി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ടേബിളിലും കയറിനോടത്തൊക്കെ ഉപ്പിട്ടു. അവരാദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ മാനേജറെ എനിക്ക് അത്ര അറിയത്തില്ല, പുതിയ മാനേജറെ. എന്നോട് പറഞ്ഞു ടെൻഷൻ ആവണ്ട ഷീമ, യു നോ ദ ജോബ് എനിവേ, പക്ഷേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്ക് ആൻസർ വരുന്നില്ല, എൻ്റെ മനസ്സിലുണ്ട്, പുറത്തോട്ട് വരുന്നില്ല, സൗണ്ട് വരുന്നില്ല. ഞാനിങ്ങനെ 1 മിനിറ്റ് ഞാൻ പറഞ്ഞു സോറി 1 മിനിറ്റ്, എനിക്ക് അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു സോറി 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ, ഒന്ന് വെയിറ്റ് ചെയ്യോ, ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവേ കൈവിടല്ലേ, ഈ ഒറ്റ വാക്ക ഞാൻ പറയുള്ളൂ എന്ത് വന്നാലും. പിന്നെ എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ അവർ 45 മിനിറ്റ് 45 മിനിറ്റ്സ് ഇൻ്റർവ്യൂ ഫിനിഷ് ആയത് ഞാൻ അറിഞ്ഞില്ല. ഐ ഡിഡ് സോ ഫാൻറ്റാസ്റ്റിക്കലി. ആൻഡ് അത് കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി. എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല, കാരണം പക്ഷേ വേറെയും ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഫ്യൂണറലിന് പോയി. ഫ്യൂണറലിരുന്ന സമയത്ത് എന്നെ അവർ വിളിച്ച് പറഞ്ഞു യു സെക്യൂർഡ് ദ ജോബ് ഷീമ, യു ഡിഡ് വെരി വെൽ. ഭയങ്കര സന്തോഷമായി, എനിക്ക് ആ ജോബ് കിട്ടി. മാതാവ് ഒറ്റ ആളാണ്. മാതാവ് പണ്ടും എന്നും എൻ്റെ കൂടെ മാതാവ്. ഞാൻ മാതാവിന് ഭയങ്കര വിശ്വാസിയാണ്. ഞാനൊരു യാക്കോബായ സമാജത്തിലുള്ള, അപ്പം ഞങ്ങൾക്ക് കൊന്തയില്ല, അതൊന്നും അങ്ങനെ ഡെയിലി ഹോളി മാസില്ല. പക്ഷേ ഞാൻ വളർന്നത് സ്കൂളിൽ പഠിച്ചത്, നേഴ്സിംഗ് പഠിച്ചതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് കൊന്ത അറിയാം, ആരാധന അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി കൊന്ത ചൊല്ലും. അപ്പം അങ്ങനെ എനിക്ക് മാതാവിനോട് ഭയങ്കര ഒരു ബന്ധമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും മാതാവ് കൈവിടില്ല എന്നെനിക്കറിയാം. പക്ഷെ തടസ്സങ്ങൾ വരും. അപ്പോൾ ഞാൻ പറയും എനിക്ക് കൂടെയുണ്ട്. ഇന്നും ഇന്നലത്തെയും ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ കുരിശ് നിങ്ങൾ വഹിച്ചേ പറ്റുള്ളൂ. വി ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ദെൻ ഓൺലി വി ക്യാൻ ഗോ ഹെഡ്. സോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമുക്ക് തരുന്ന ദുരിതങ്ങൾ നമ്മൾ പരാതിപ്പെടാതെ അനുഭവിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ രക്ഷിക്കും. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഫാദർ, എൻ്റെ അപ്പച്ചന് സുഖമില്ല, വയ്യ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് വരേണ്ടി വന്നു. ഇപ്പം ഞാൻ നാട്ടിൽ വന്നു, കഴിഞ്ഞ് ലാസ്റ്റ് ഫ്രൈഡേ വന്ന അന്ന് തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാനിരുന്ന സൈഡ് കൊണ്ടുപോയി 2 പ്രാവശ്യം ഇലക്ട്രിക് പോസ്റ്റയിൽ ഇടിച്ചു. 1-2 പ്രാവശ്യം. എന്നിട്ട് കറങ്ങി 3ാമത് ഇടിച്ചു, എൻ്റെ സൈഡ് മാത്രം. എൻ്റെ സൈഡ് കാറ് കംപ്ലീറ്റ് പൊളിഞ്ഞു. കാറ് ഡോറകത്തോട്ട് പോയി. എന്നെ കാറ് ചവിട്ടി പൊളിച്ചാണ് ആളുകൾ പുറത്തെടുത്തപ്പോൾ എല്ലാവരും കാറിൻ്റെ അവസ്ഥ കൊണ്ട് എല്ലാവരും പറഞ്ഞു ആ കൊച്ചു മരിച്ചു, അല്ലെങ്കിൽ കൊച്ചിന് എന്തോ സീരിയസ് ആയിട്ട് പറ്റിയിട്ടുണ്ട്. എന്നെ അപ്പം തന്നെ വണ്ടി വിളിച്ച് ഒരു ചേട്ടൻ ആ വണ്ടിയെ ഒരു വാനിൽ കയറ്റി അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഈ സൈഡ് പൊങ്ങുന്നില്ല, കഴുത്തിൻ്റെ ഈ സൈഡ് വയ്യ, കൈ പൊങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നെർവിനെന്തോ പറ്റിയിട്ടുണ്ട്, അറിയില്ല. അതൊക്കെ ആ ചേട്ടൻ പിന്നെ ഞാൻ കയറിയപ്പോൾ മുതൽ എൻ്റെ ഈ കാശ് രൂപം ഞാൻ ഉടമ്പെഴുത്ത പോലെ എൻ്റെ താലിയിലുണ്ട്. അപ്പോൾ ഈ രൂപവും ആ വണ്ടിയിലൊരു കൊന്തയുണ്ടായിരുന്നു എന്ന് ആ ചേട്ടൻ പറയണം. ഞാൻ അതും പിടിച്ച് മാതാവെ കൈവിടല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഒരു പരാതി ഞാൻ പറഞ്ഞില്ല, എന്താ എനിക്കിങ്ങനെ പറ്റിയെന്ന് ഞാൻ ചോദിച്ചില്ല. മാതാവെ കൈവിടല്ലേ എന്ന് പറഞ്ഞു. വേദനയായിരുന്നു. അവിടെ ചെന്നു ഹോസ്പിറ്റലിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അവർ കുറേ ഇഞ്ചക്ഷനൊക്കെ തന്നു, CT ഒക്കെ ചെയ്തു, CT ഹോൾ ബോഡി ചെയ്തു, തല ചെയ്തു. എനിക്കൊരു കുഴപ്പമില്ല, ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് പറ്റി. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, സീറ്റ് ബെൽറ്റ് കുരുങ്ങി, ഇവിടെ കുറേ മുറിഞ്ഞു, പിന്നെ ഇവിടെയൊക്കെ കുറേ ബ്രൂസസൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ മാതാവിനെ ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചതാണ്. പറഞ്ഞത് എനിക്ക് പറയാനറിയില്ല എങ്ങനെയാണെന്ന്. എല്ലാവരും പറഞ്ഞു ഈ കൊച്ച് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്നെ കാണാൻ ഒരുപാട് പേര് വന്നു. പറഞ്ഞു ഈ കൊച്ചാണോ, ആ വണ്ടി കിടക്കണം കണ്ടു കഴിഞ്ഞാൽ ഈ കൊച്ച് ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് വിചാരിക്കില്ല.
ഞാൻ പറഞ്ഞു മാതാവ് രക്ഷിച്ചത്, ആ മാതാവിൻ്റെ അനുഗ്രഹവും പ്രസൻസും പ്രൊട്ടക്ഷനും അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരടയാളം നേരിട്ട് ലോകത്തോട് വിളിച്ചു പറയാൻ. ഇപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ തന്നെ വന്നതാണ്. പക്ഷേ അപ്പം എനിക്ക് പറയാനായിട്ട് എൻ്റെ ജോലി മാത്രം ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇത് കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഇവിടെ പറയാൻ സമയമില്ല. അപ്പം ഇതിലും വലിയൊരു അനുഗ്രഹം എനിക്ക് ലോകത്ത് കിട്ടാനില്ല. അപ്പോൾ എന്നെ ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേട്ടൻ തിരിച്ചിട്ട് രാത്രി എന്നെ കാണാൻ വന്നപ്പോൾ പറയുവാണ്, ആ ചേട്ടൻ വിചാരിച്ചു എനിക്കെന്തോ ഞാൻ തളർന്നു പോയി ഈ സൈഡിൽ നിന്ന് വിചാരിച്ചു. പക്ഷേ ഈ കൊച്ചു വണ്ടി കയറിയപ്പോൾ മുതൽ ഈ കൊന്തയും പിടിക്കും, ഈ കാശുരൂപവും പിടിക്കും, എന്നിട്ട് മാതാവേ കൈവിടലേ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി ഈ കൊച്ചിന് ഒന്നും മാതാവ് വരുത്തില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കച്ഛനും 1000 നന്ദി. എന്നെ പ്രത്യക്ഷയായിട്ട് സാക്ഷിയാക്കി ഉയർത്തിയതിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പേപ്പർ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അവിടെ ഞാനത് എല്ലാവർക്കും കൊടുത്തു. മലയാളം മേടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് അറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റിമണിയൊക്കെ ഷെയർ ചെയ്ത് കാണിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പത്രവും മേടിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കും, അത് ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ട്. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കേൾക്കുന്നുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഷെയർ ചെയ്യും. എന്നെ അറിയാവുന്നവർക്കും എല്ലാവരും എന്നോട് പറയും, കൃപാസന മാതാവിൻ്റെ അവൾ എന്ത് ചോദിച്ചാലും മാതാവ് നടത്തിത്തരും. എല്ലാവരും എന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷുകാർ ഉൾപ്പെടെ എന്നോട് ചോദിക്കുക, എങ്ങനെ ജോബിൻ്റെ കാര്യം, എങ്ങനെ ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഈ നമ്മുടെ ട്രസ്റ്റിൽ, നിനക്ക് വേണ്ടി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി? കാരണം ഇവിടെ കംപ്ലീറ്റ് വേറെ ഒരു ജോബ് ആർക്കും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ എനിക്കുള്ളത് എൻ്റെ മാതാവാണ്. കഷ്ടപ്പെടും, പക്ഷെ എനിക്ക് വരും, നമുക്ക് തരും. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ അവിടെ ചാരിറ്റി സർവീസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എല്ലാ മാസവും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇവിടെ വീട്ടിലും പൈസ കൊടുത്ത് അമ്മച്ചിമാരിലും പൈസ കൊടുത്ത് അവർ പാവങ്ങൾക്ക് ഇങ്ങനെ പൊതിച്ചോറോ അല്ലെങ്കിൽ ഇപ്പോൾ ഡയാലിസിസിന് ആവശ്യമുള്ള അങ്ങനെ ഫിനാൻഷ്യലി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കും, പണ്ടും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ പണ്ട് പ്രാർത്ഥന ഒരു ചടങ്ങ്, ദൈവ കുടുംബ പ്രാർത്ഥന അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രാർത്ഥിക്കാതെ പറ്റില്ല, എപ്പോഴും കൂടെ വേണം. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ബസ്സിൽ വരുമ്പോഴും എല്ലപ്പോഴും ഞാൻ കൊന്തയൊല്ലും പ്രാർത്ഥിക്കും. പിന്നെ ക്ഷമിക്കാൻ പഠിച്ചു. ഇവൻ എൻ്റെ തെറ്റല്ല എങ്കിലും ഈശോ പറഞ്ഞേക്കണേ ക്ഷമിക്കാനാണ്. നമ്മൾ ക്ഷമിച്ചാൽ നമ്മളോട് ക്ഷമിക്കും. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ പേരൻസിന് ഇവിടെ ആരുമില്ല. അപ്പം അവിടെ ഞാൻ നോക്കുന്ന രോഗികളിൽ ഞാൻ കാണുന്നവരിൽ ഞാൻ എൻ്റെ പേരൻസിനെ കണ്ട് ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും നാട്ടിൽ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരും. ആ സമയത്ത് വേറെ ആരുമില്ല. അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന്, ഇത്ര അനുഗ്രഹങ്ങളിൽ നിന്ന് ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. എന്നും മാതാവിൻ്റെ കൂടെ, മാതാവിൻ്റെ മോളായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഈശോയോട് കൂടെ, ഈശോയെ സ്നേഹിച്ച്. താങ്ക് യു. അമ്മ മാതാവിനും ഈശോയ്ക്കും സ്തുതി. എൻ്റെ പേര് ജോസ്ന. ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 കൃപാസനത്തിനെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് 2020 എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഹിന്ദു കൂട്ടുകാരിയാണ് എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ധ്യാനം എല്ലാ ട്യൂസ്ഡേയും ലൈവായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാ ട്യൂസ്ഡേയും അത് കേൾക്കാൻ തുടങ്ങി. ഞാൻ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് UK ജാഗ്വർ ലാൻഡ് റോവറിൽ ജോലി കിട്ടുകയും അങ്ങനെയാണ് എനിക്ക് ഉടമ്പടിയിൽ ആദ്യമായി വിശ്വാസം വരുന്നത് തന്നെ. ജോലി കിട്ടിയ ഉടനെ തന്നെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് കഴിഞ്ഞ് എനിക്ക് 10 വർഷമായിട്ട് മക്കളില്ല, എൻ്റെ അനിയത്തിക്കും കുട്ടികളില്ല. അന്ന് ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. 2023 പിന്നെ വെക്കേഷന് വന്നപ്പോഴും ഞാനിവിടെ അച്ഛനെ കാണാൻ വന്ന് തലയെത്തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അച്ഛൻ തലയെത്തൊട്ട് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം വന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഇടയിലും ഞാൻ IVF ഒക്കെ ചെയ്തിരുന്നു. നവംബർ 2024 ഞാൻ 2ാമത്തെ തവണ IVF ചെയ്ത് അത് ഫെയിലായിപ്പോയി. ആ സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞത്, എനിക്ക് വയസ്സ് 37 ആയിരുന്നു.
നിങ്ങളുടെ ഓവറീസ് ഒരു 45 വയസ്സായ സ്ത്രീയുടെ പോലെയുണ്ട്. നിങ്ങൾക്ക് ഇനി സ്വന്തമായൊരു കുഞ്ഞുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. ഡോണർ എഗ്സിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കരമായി മനപ്രയാസപ്പെട്ട് വീണ്ടും ഉടമ്പടി പുതുക്കാൻ ഈ റിസൾട്ട് നെഗറ്റീവായി കഴിഞ്ഞ് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ അനിയത്തിക്കും എനിക്കും വേണ്ടി കുഞ്ഞുങ്ങളുണ്ടാവാൻ വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി UK അത് കഴിഞ്ഞ് 14 ദിവസം ആവുമ്പോഴേക്കും എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി തൈലവും ഉപ്പും യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രസ്റ്റിലൊരു ലംബ് കണ്ടു. അപ്പം എൻ്റെ അമ്മയ്ക്ക് 36-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ക്യാൻസറാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പോഴും ബ്രസ്റ്റിലും മാതാവിൻ്റെ എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് അവിടെ UK അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്കൊരു 2 മാസം എടുത്തിട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി. മാമോഗ്രാമിന് വേണ്ടി അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം യാതൊരു കാരണവശാലും ആവാൻ ചാൻസ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കൂടി താല്പര്യമില്ലായിരുന്നു. പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ പോയി ബ്രസ്റ്റിൻ്റെ ലംബ് കാണിച്ചപ്പം അത് വെറും ഒരു സിസ്റ്റ് മാത്രവുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇവിടെ ഞാൻ പല സാക്ഷ്യങ്ങളും കാണുമായിരുന്നു ഈ പ്രഗ്നൻ്റ് ആവാത്തവരുടെയൊക്കെ. അപ്പം എനിക്ക് എന്നും ഒരു പ്രശ്നം തന്നെയായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു എൻ്റെ ഈ വയസ്സിൽ ഇനി ഞാൻ പ്രഗ്നൻ്റ് ആവുമോ. അപ്പം ഞാൻ ഒരുപാട് 40 വയസ്സായ സ്ത്രീകളുടെ 42 വയസ്സായ സ്ത്രീകളുടെയൊക്കെ പ്രഗ്നൻസി കാണുമ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ എനിക്കും വരുമോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ എൻ്റെ ഷോപ്പ് ഫ്ലോറിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച അമ്മയുടെ സാക്ഷിയാക്കണേ, ഇവിടുത്തെ പല സാക്ഷ്യങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്നതാണ്, അമ്മയുടെ സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് മക്കളുണ്ടായതായിട്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് തവണ ഡെയിലി എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുകൂടാതെ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലവും യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിനിപ്പോൾ 3 മാസമായി. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കുറേ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങൾ കാരണം, 37 വയസ്സായതുകൊണ്ട്. അതുമെല്ലാം ദൈവം കാത്ത ഒരു നോർമൽ ഡെലിവറി ഈ പ്രായത്തിൽ എനിക്ക് തന്നു. അതുപോലെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിനും ഇപ്പോൾ 5 മാസമായി. ദൈവം ഞങ്ങൾക്ക് ഇതല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ അമ്മ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നു. അവൾ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത്, സാധാരണ കാനഡയിൽ പോയി 1-2 വർഷമായിട്ടും പലർക്കും നല്ല ജോലിയൊന്നും ആവാറില്ല. എൻ്റെ അനിയത്തി ചെന്ന് 1 മാസത്തിനുള്ളിൽ അവളുടെ കനേഡിയൻ ഇമ്പീരിയൽ ബാങ്കിൽ പെർമനൻ്റ് ജോലിയാണ് ദൈവം കൊടുത്തത്. അങ്ങനെ ദൈവം ഞങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ സംരക്ഷിക്കുകയും ചെറുതും വലുതുമായ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് വരെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുപോകാറുണ്ട്. മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും ഫീൽ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ നേരത്താണ് എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് എടുക്കാൻ പോയത്. ആ പോകുന്ന വഴി വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കാറിൻ്റെ മുമ്പിലോട്ടൊരു ബൈക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയില്ല. എനിക്ക് ബ്രേക്ക് ഇടാൻ പോലും ഒരു ഗ്യാപ്പ് ഇടാതെ പെട്ടെന്ന് വരികയും, എന്തോ മാതാവിൻ്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ശരിക്കും അത് അത്രയും ഭയങ്കര ഒരു ആക്സിഡൻ്റ് ആയിപ്പോയേനെ. മാതാവ് അവിടെയും എന്നെ കാത്തു. എനിക്കിന്ന് സാക്ഷ്യം പറയേണ്ടതുകൊണ്ട് മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ ഇവിടെ തിരിച്ചെത്തിച്ചു. മാതാവിന് ഈശോയ്ക്ക് നന്ദി. എൻ്റെ കൂടെ കൊളീഗ്സ് ആയിട്ടുള്ളവരും ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും പരിചയപ്പെടുന്നവരോടും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ മാതാവിൻ്റെ ഓരോ അനുഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരെയും ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കൾ ഇപ്പം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഭയങ്കര ആൽക്കഹോളിക്കായിരുന്നു, കുടുംബസമാധാനമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അവർ ഡെയിലി എന്നോട് ഈ പ്രാർത്ഥന ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ വളരെ സമാധാനവും സന്തോഷത്തോടെ UK ജീവിക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ഞങ്ങളുടെ കസിൻസിന്
കുറച്ച് പേർക്ക് ഡിഫിക്കൾട്ടാണ് പഠിക്കാനൊക്കെ, അവരെ സഹായിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ അമ്മ ചാരിറ്റി ആയിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ പള്ളികളിലുമൊക്കെ കൊടുക്കാറുണ്ട്. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി.